നമസ്കാരം. ഇപ്പോൾ പ്രധാനമായും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് PM ശ്രീ പദ്ധതി. അതായത് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിനെ ഒരു വേറൊരു ആസ്പെക്റ്റിലൂടെ കാണുകയാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇരട്ടത്താപ്പ് നയം ഇതിലൂടെ വെളിവാകുകയാണ്. ഇപ്പോൾ KC വേണുഗോപാൽ ആണെങ്കിലും VD സതീശനൊക്കെ ആണെങ്കിലും ഇതിനെ പ്രധാനമായി പറയുന്നത് ഇങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരായിട്ടുള്ള പല ആരോപണങ്ങളെയും അല്ലെങ്കിൽ EDയുടെ അന്വേഷണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഒരു തടസ്സം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഈ PM ശ്രീ പദ്ധതി ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി തിടുക്കപ്പെട്ടുകൊണ്ട് ഒരു മെമ്മോറാണ്ടം അല്ലെങ്കിൽ MOU ഒപ്പിട്ടത് എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയാണോ? ഇവിടെ ഒരു PM ശ്രീ പദ്ധതി ശരിക്കും പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം PM ശ്രീ അല്ലെങ്കിൽ പോലും കാലോചിതമായ ഒരു മാറ്റം എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും ഉണ്ടാകേണ്ടത് ഒരു അനിവാര്യതയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇതൊരു കൺകറന്റ് ലിസ്റ്റിന്റെ പരിധിയിൽ പെടുന്നതായതുകൊണ്ട് തന്നെ ഇതിൽ സംസ്ഥാന സർക്കാരിന് തങ്ങളുടേതായ തീരുമാനം എടുക്കാൻ കഴിയും. അതായത് സിലബസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയും എന്നുള്ള കാര്യം നിലനിൽക്കെ തന്നെ ഇവിടെ ഒരു വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് സംസ്ഥാന സർക്കാരിൻ്റെ മേലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള മാധ്യമങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഇതിനെ എങ്ങനെയെങ്കിലും ഊതിപ്പെരുക്കി തീ കൂട്ടി ഒരു വലിയ സംഭവമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇവിടേക്ക് ഒരു സംഘപരിവാർ അജണ്ട അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ സംസ്ഥാനത്ത് അവതരിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു എതിർപ്പുമില്ല എന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ CPI എടുക്കുന്ന നിലപാട് വസ്തുതാപരമാണ്. കാരണം അവരുടെ ഒരു നയപരിപാടിയും അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈദ്ധാന്തികമായ തീരുമാനങ്ങളും ഒക്കെ ഇതിനകത്ത് ഉൾച്ചേർന്ന് വരുന്നുണ്ട്. പിന്നെ CPIയുമായി ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തില്ല എന്ന് പറയുന്നത് CPMന്റെ ഒരു പോരായ്മയായി തന്നെ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. വളരെ തിടുക്കപ്പെട്ടു പോയി എന്ന് ഒരു ആക്ഷേപം നമുക്ക് പൊതുവിൽ പറയാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവർ കോൺഗ്രസ് പാർട്ടി എതിർക്കുന്നത് വേറൊരു തലത്തിൽ നിന്നുകൊണ്ടാണ്. ഒരു CPM BJP ഡീൽ എന്നുള്ള തരത്തിൽ ഇത് ജനങ്ങൾക്കിടയിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവെക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനം. അത് KC വേണുഗോപാലിൻ്റെ വാക്കുകൾ എടുത്തിരുന്നാലും VD സതീശൻ്റെ വാക്കുകൾ എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത് തന്നെയാണ്. എന്നാൽ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിൻ്റെ വാദഗതികൾ ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കുന്നത്. കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ ഈ PM ശ്രീ പദ്ധതി എതിർക്കും. ഇനി അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ PM ശ്രീ പദ്ധതി അത് ഞങ്ങൾ തള്ളിക്കളയും. 2022 മുതൽ 2027 വരെയുള്ള ഒരു 5 വർഷ കാലയളവാണ് ശരിക്കും PM ശ്രീ പദ്ധതിയുടെ ഒരു നിലനിൽപ്പ് എന്ന് പറഞ്ഞത്. അതായത് 2022 സെപ്റ്റംബർ മാസം 7-ാം തീയതി മുതൽ തന്നെ ആരംഭിച്ച ഒന്നാണ് ഈ PM ശ്രീ പദ്ധതി. എന്നാൽ ഇവർ അവകാശപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് രാജസ്ഥാൻ പോലെയുള്ള ഒരു സംസ്ഥാനം, അതോടൊപ്പം കർണാടക സംസ്ഥാനങ്ങൾ, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളൊന്നും തന്നെ ഈ തരത്തിൽ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആരും ഈ PM ശ്രീ പദ്ധതിയിൽ അംഗമായിരുന്നില്ല എന്നാണ് കോൺഗ്രസ് എടുക്കുന്ന ഒരു ഡിഫൻസ്, അതായത് ഒരു പ്രതിരോധം. എന്നാൽ അങ്ങനെയാണോ വാസ്തവം? 2021 PM ശ്രീ പദ്ധതി വന്നത് എന്ന് പറയുന്ന ഒരു പടിന്യായം ഉയർത്തിക്കൊണ്ടാണ് പലപ്പോഴും കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ PM ശ്രീ പദ്ധതി 2022 സെപ്റ്റംബർ മാസം 7-ാം തീയതി തന്നെയാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ആരംഭിക്കുന്ന അന്നാണ്. അതായത് 2022, 23, 24, 25, 26, 27 എന്നീ ഇങ്ങനെ ഒരു 5 വർഷം കൊണ്ട് തീരുന്ന നിലയ്ക്കാണ് ഈ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രാജസ്ഥാൻ്റെ കാര്യം നമുക്കൊന്ന് എടുക്കാം. രാജസ്ഥാനാണ് അക്ഷരാർത്ഥത്തിൽ ഈ PM ശ്രീ പദ്ധതി ഒക്ടോബറിൽ തന്നെ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം. അന്ന് അശോക് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അശോക് ഗെഹ്ലോട്ട് ആരാണ് എന്ന് നമുക്ക് കൂടുതൽ അന്വേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹം കോൺഗ്രസ് നേതാവ് തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. BD കല്ല എന്ന് പറയുന്ന മന്ത്രിയായിരുന്നു അന്ന് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. അപ്പം ഈ ഒരു കാലഘട്ടത്തിലാണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ PM ശ്രീ പദ്ധതി അല്ലെങ്കിൽ അവിടെ അവർ ഒപ്പിടുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിലായി ഇപ്പം നമുക്കറിയാം കേരളം ഒപ്പുവെച്ചിട്ടില്ല, തമിഴ്നാട് ഒപ്പുവെച്ചിട്ടില്ല, ആന്ധ്രാപ്രദേശ് ഇങ്ങനെ ഈ 3 സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളും ഇതുവരെയായി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. എന്നാൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ എഡ്യൂക്കേഷണൽ പോളിസി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ എല്ലാം അംഗീകരിക്കേണ്ടത് ഇതൊരു കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യമാണ്. അവിടെ ഉണ്ടാകുന്ന ഏത് മാറ്റത്തെയും അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ വിദ്യാഭ്യാസ രീതികൾ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസത്തിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് കൃത്യമായി ഇടപെടൽ നടത്താം എന്ന ഒരു വ്യക്തത അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ വാക്കുകൾക്ക് നമ്മൾ ഒരുപാട് വില കൊടുക്കേണ്ടതുണ്ട്. ഇതിനകത്ത് എന്ത് പഠിപ്പിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ മേലെയാണുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് എന്ന് തന്നെയാണ് വി. ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ മന്ത്രിയുടെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ CPI ബിനോയ് വിശ്വം പറഞ്ഞു ഞങ്ങൾക്ക് മന്ത്രിയിൽ വിശ്വാസമുണ്ട് എന്ന് ബിനോയ് വിശ്വം ഒടുവിൽ പറഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം സർക്കാർ പറയുന്നതാണ് ശരി. ഇനിയിപ്പോൾ രാജസ്ഥാൻ, ഈ പറയുന്ന രാജസ്ഥാനിൽ PM ശ്രീ ഒപ്പുവെച്ചിട്ടില്ലേ? ഉണ്ടെന്നേ. PM ശ്രീ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായതും ഈ പറയുന്ന രാജസ്ഥാനിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാം. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്. അവിടെ ഈ പറയുന്ന അടിച്ചേൽപ്പിക്കൽ നടന്നിട്ടുണ്ടോ? കർണാടക അടിച്ചേൽപ്പിക്കൽ നടന്നിട്ടുണ്ടോ? തെലങ്കാന അടിച്ചേൽപ്പിക്കൽ നടന്നിട്ടുണ്ടോ? മേഘാലയ അടിച്ചേൽപ്പിക്കൽ നടന്നിട്ടുണ്ടോ? ഹിമാചൽ പ്രദേശ് അടിച്ചേൽപ്പിക്കൽ നടന്നിട്ടുണ്ടോ? ഇത് വസ്തുതാപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാനിൽ നിന്ന് മാത്രം 700-ലധികം സ്കൂളുകൾ, ഏകദേശം 718-നും 739-നും ഇടയ്ക്കുള്ള സ്കൂളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ നിന്ന് ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതായത് PM ശ്രീ പദ്ധതിയുമായി ചേർന്ന് വരുന്ന ഒന്ന് തന്നെയാണ്. ഏകദേശം സംസ്ഥാനത്തെ രാജസ്ഥാനിലെ 56% സ്കൂളുകൾ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പം KC വേണുഗോപാൽ സംസ്ഥാന സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനെതിരായി, അതായത് കേരള സർക്കാരിനെതിരായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വാദം അവിടെ തെറ്റായി മാറുന്നു. അതായത് രാജസ്ഥാൻ BJP ഭരിക്കുന്ന സമയത്ത് ആണ് ഇങ്ങനെ ഒപ്പിട്ടതെന്ന്. അതായത് കോൺഗ്രസും ആരും ഇങ്ങനെ PM ശ്രീ പദ്ധതിക്ക് അനുകൂലമായി നിന്നിട്ടില്ല എന്ന് പറയുന്ന ആ വാദം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. തന്നെയുമല്ല, അതിൽ നിന്ന് 2023-24 കാലഘട്ടത്തിൽ 98 കോടിയാണ് രാജസ്ഥാന് വിഹിതമായി ലഭിച്ചത് എന്ന് നമുക്കറിയാം. അതിനുശേഷം 2024-25 കാലഘട്ടത്തിൽ രാജസ്ഥാൻ നേടിയിരിക്കുന്ന 220 കോടി രൂപയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇതിന് മൊത്തത്തിൽ വരുന്ന ചെലവെന്ന് വെച്ച് ഏകദേശം 27,360 കോടി രൂപയാണ് PM ശ്രീ പദ്ധതി എന്നുള്ള നിലയിൽ പദ്ധതി വിഹിതമായി മാറ്റിവെച്ചിരിക്കുന്നത്. അതിലാണ് ഓരോ സംസ്ഥാനങ്ങൾക്കുമായി വീതിച്ചു കൊടുക്കുന്നത്. ഇനി ഹിമാചൽ പ്രദേശ് ആണെങ്കിൽ 227 സ്കൂളുകളിലാണ് ഹിമാചൽ പ്രദേശിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ 227 സ്കൂളുകളിൽ നിന്ന് ഏകദേശം 35.35 കോടി രൂപ ഹിമാചൽ പ്രദേശ് സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ വിഹിതം എന്നുള്ള നിലയിൽ നിന്ന് കേന്ദ്ര ഫണ്ട് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കർണാടക. നമുക്കറിയാം കേരളത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം. BJP ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് അവിടെ PM ശ്രീ പദ്ധതി അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒപ്പുവെച്ചത് എന്ന് പറയുന്നു. എന്നാൽ പിന്നെ കർണാടകയെ സംബന്ധിച്ചിടത്തോളം വാസ്തവം അതാണോ? അല്ല. 2021 അവർ ഒപ്പുവെച്ചതെന്ന് പിന്നെ KC വേണുഗോപാൽ തന്നെ പറയുന്നു. ആ വാദം അത്രയും തെറ്റാണ്. കാരണം ഞാൻ നേരത്തെ തുടങ്ങിയ വർഷം പറഞ്ഞിരുന്നു 2022 ഇത് ആരംഭിക്കുന്നത്. അതും സെപ്റ്റംബർ മാസത്തിലാണ് PM ശ്രീ പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് 2021 ഈ ഇതിൽ ഒപ്പുവയ്ക്കാൻ സാധിക്കുക? അപ്പോൾ ആ വാദവും KC വേണുഗോപാലിൻ്റെ തെറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് പറഞ്ഞ 2023-24 കാലഘട്ടത്തിൽ അവിടെ ലഭിച്ചിരിക്കുന്നത് 30 കോടി രൂപയാണ് 655 സ്കൂളുകൾക്കായിട്ട് 23-24 കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് കർണാടക സർക്കാരിന് കിട്ടിയിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും. അപ്പോൾ അവിടെയും അവരുടെ ആ വാദം പൊളിയുന്നു. കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്ന വാദമാണ്, കോൺഗ്രസിൻ്റെ വാദം അവിടെയും പൊളിയുന്നു. പിന്നീട് അതോടൊപ്പം തന്നെ 24-25 കാലഘട്ടത്തിൽ ഇതേ സ്കൂളുകൾക്കായിട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 141 കോടി രൂപയാണ് എന്നുള്ളതും വാസ്തവമായി അവശേഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പം ഇവിടെ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇവിടെ ഇങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ കോൺഗ്രസ്സുകാരും ഇത് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ PM ശ്രീ പദ്ധതി ക്യാൻസൽ ചെയ്യും എന്നടക്കം പറയുന്നു. ഇതിൽ 27 വരെയുള്ളന്നേ. അടുത്ത ഒരു കാലഘട്ടം 26-27 എന്ന് പറയുന്ന ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ പ്രോജക്റ്റ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന കാര്യങ്ങൾ അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം. ആ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുകയും പിന്നീട് അവിടെ പാഠ്യപദ്ധതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തന്നെ ഈ പാഠ്യപദ്ധതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും ഏതൊക്കെ രീതിയിൽ അത് തുടർന്നു കൊണ്ടുപോകണമെന്നും ഈ എന്തൊക്കെയാണ് അവരുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യം കൃത്യമായി സംസ്ഥാന സർക്കാരിനെ തീരുമാനിക്കാം എന്നുള്ള വകുപ്പുണ്ടെന്ന് അതിനകത്ത്. അല്ലാതെ ഈ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്ന പോലെ ഒരു കള്ളക്കഥകളൊന്നും അല്ല ഇതിനകത്ത് വരുന്നത്. കോൺഗ്രസ്സുകാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരും, അതായത് പിണറായി വിജയൻ, പ്രധാനമായി ഒരു ഉന്നം വയ്ക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയും അതോടൊപ്പം ഇവിടേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരാളെയും കൂടെ ചേർത്തുകൊണ്ട് എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJPയുമായി ഒരു അടുപ്പമുണ്ടെന്ന് വരുത്തി തീർക്കുകയും ഇവിടെ അതിലൂടെ ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ പദ്ധതികളെയും ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇല്ലാതാക്കും എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അവർ. ലൈഫ് മിഷൻ പദ്ധതി ഇല്ലാതാക്കും, കിഫ്ബിയുടെ പരിപാടികളെല്ലാം കംപ്ലീറ്റ് ഇവിടെ ബ്ലോക്ക് ചെയ്യും, ഇവിടെ വയനാട് തുരങ്കപാത ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കും. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഇല്ലാതാക്കും.
ഇവിടെ ദേശീയപാത വികസനം ഇനി അതിന് തടയിടാൻ പറ്റില്ല. ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമെടുപ്പും പണികളും ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അവിടെ ഇനി തടയിടാൻ പറ്റത്തില്ല, അല്ലേ അതും തടയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ എന്ത് കാര്യങ്ങളും ഇപ്പം ശരിക്കും പറഞ്ഞാൽ PM ശ്രീ പദ്ധതിയിലൂടെ നമുക്ക് നടപ്പിലാക്കുമ്പോൾ നമ്മുടെ ഏകദേശം 200 മുതൽ 300 സ്കൂളുകൾ വരെ ഒരു ഡെവലപ്മെൻറ്റ് പാതയിലേക്ക് എത്തുകയാണ്. അവിടെ എന്ത് സിലബസ് പഠിപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്, ആ പോളിസി തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതാണ് സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇനിയും ഇതിൻ്റെ പിന്നാലെ പോയി അധികം കോൺഗ്രസ്സുകാരധികം സമയം കളയണ്ട എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മേലെ തന്നെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഫണ്ട് വിനിയോഗം എന്നുള്ളത്, അല്ലെങ്കിൽ ഫണ്ട് നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ അധ്യാപകർ പോലും ശമ്പള കുടിശ്ശികയിൽ SSAയുമായി ബന്ധപ്പെട്ടിട്ട് ശമ്പള കുടിശ്ശിക അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ മലയോര മേഖലകളിൽ പല സ്കൂളുകളിലും അവർക്ക് വിദ്യാർത്ഥികൾക്ക് പഠനം ലഭിക്കുന്നില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ കുട്ടികൾക്കുള്ള പഠനം എങ്ങനെയെങ്കിലും ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. അല്ലാതെ ഇവിടേക്ക് കടന്നു കയറാൻ പോകുന്ന EDAയോ അതല്ലെങ്കിൽ CBIയോ ലാവലിൻ കേസിനെ പോലുള്ള കേസുകളോ SFIയോ ഇതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും മലയോര മേഖലകളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പഠനക്രമത്തിനാവശ്യമായ പണം എത്തിക്കുക, അതോടൊപ്പം നമ്മുടെ SSAയിൽ ഉൾപ്പെട്ട അധ്യാപകർക്കുള്ള ശമ്പളം കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇതിനു മുമ്പ് തന്നെ ഈ വർഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സഹിതം പുറത്തു വന്നത് നമ്മുടെ കൺമുൻപിൽ തന്നെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അല്ലാതെ ഇതിനകത്ത് വേറെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും തന്നെയില്ല. നമുക്ക് വേണ്ടത് ഫണ്ടാണ്. നമ്മളെ പരമാവധി ചുരുക്കി ഏതെല്ലാം വിധത്തിൽ നമുക്കിട്ട് പണിയാൻ കഴിയുമോ ആ രീതിയിലെല്ലാം പണിഞ്ഞുകൊണ്ടിരുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഇനി എപ്പോഴും നിലവിലുണ്ടായിരിക്കുന്നതും അതുതന്നെയാണ് എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മുടെ നികുതി വിഹിതം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ മന്ത്രിമാരടക്കം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരടക്കം പങ്കെടുത്ത പരിപാടിയിൽ പോലും പങ്കെടുക്കാതെ, ആ സമരപരിപാടിയിൽ പോലും ഒരു മുഖം കൊണ്ട് പോലും അവിടെ ഒന്ന് എത്തിച്ചേരാതിരുന്ന നമ്മുടെ പ്രതിപക്ഷത്തെ നമ്മൾ ഈ അവസരത്തിൽ മറന്നു പോകരുത്. അതായത് കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ സർക്കാരിനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പ്രതിപക്ഷം നിന്നത് ഒരു ചിറ്റമ്മ നയം സ്വീകരിച്ചുകൊണ്ടാണ് നിന്നത്. അതായത് അവർക്കിതിലൊന്നും യാതൊരു ബാധ്യതയില്ല. സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാരോ എന്ത് വേണോ അവിടെ പോയി കാണിച്ചോട്ടെ, ഞങ്ങൾ അതിനകത്ത് പങ്കാളികളെയല്ല എന്ന് പറയുന്ന തരത്തിലാണ് നിൽക്കുന്നത്. കേരളം എന്ന് പറയുന്നത് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വേറെ ഏതോ ഒരു ഭൂമിയാണ്. ഇവിടെ ഉണ്ടാകുന്ന വികസനങ്ങളെ എങ്ങനെയെങ്കിലും മുരടിപ്പിക്കണം എന്നുള്ള ചിന്താഗതി മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഈ ലെവലിലെങ്കിലും നമുക്ക് ഫണ്ട് കിട്ടുന്നെങ്കിൽ അത്രയും ആയിക്കോട്ടെ. ഇത് പിന്നെ അദ്ദേഹം ശിവൻകുട്ടി പറഞ്ഞ വളരെ കൃത്യമാണ്. കാരണം ഇത് തന്ത്രപരമായ ഒരു നീക്കമാണ്, തന്ത്രപരമായ ഒരു തീരുമാനമാണ്. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം CPIയുമായി കൂടി കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമെന്ന് തന്നെയാണ് തോന്നുന്നത്.